കാസർഗോഡ് കോൺഗ്രസിൽ വിഭാഗീയത രൂക്ഷം. DCC പ്രസിഡന്റ് PK ഫൈസലിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഒരു വിഭാഗം നേതാക്കൾ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് നടത്തുന്ന മേഖലാ ജാഥയ്ക്കായി ഇന്ന് വിളിച്ച യോഗത്തിൽ നിന്ന് ഭൂരിഭാഗം നേതാക്കളും വിട്ടുനിന്നു. 28 DCC ഭാരവാഹികളിൽ യോഗത്തിനെത്തിയത് 3 പേർ മാത്രം. അരുൺ പാറക്കലാണ് വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നത്. അരുൺ, ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിൽ വിഭാഗീയത രൂക്ഷമായി തുടരുകയാണ്. അതിൽ അതൃപ്തിയുള്ളവരുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ക്രിസ്റ്റിന, കഴിഞ്ഞ ദിവസം ഈ മേഖലാ ജാഥയുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് വെച്ച DCC പ്രസിഡന്റ് ഒരു യോഗം വിളിച്ചിരുന്നു. പക്ഷേ ആ യോഗത്തിന് ആരും എത്തില്ലെന്ന് മനസ്സിലായതോടുകൂടി യോഗം മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് എന്താണ് യോഗം മാറ്റിവെച്ചതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ മണ്ഡലം പ്രസിഡന്റുമാരെ കൂടി പങ്കെടുപ്പിക്കണം, അതുകൊണ്ടാണ് നാളത്തേക്ക്, അതായത് ഇന്ന് യോഗം ചേരുമെന്നാണ് DCC പ്രസിഡന്റ് PK ഫൈസൽ കഴിഞ്ഞ ദിവസം നമ്മളോടുൾപ്പെടെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇന്ന് കാസർഗോഡ് DCC ഓഫീസിൽ വെച്ച യോഗം ചേർന്നു. K മുരളീധരൻ നയിക്കുന്ന ശബരിമല വിശ്വാസ സംരക്ഷണ ജാഥയാണ്, മേഖലാ ജാഥയാണ്. ആ മേഖലാ ജാഥയുടെ സംഘാടക സമിതി രൂപീകരണത്തിന് മുന്നോടിയായാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ വന്ന ആളുകളുടെ എണ്ണം തുച്ഛമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 28 DCC ഭാരവാഹികളിൽ യോഗത്തിനെത്തിയത് 3 പേർ മാത്രമാണ്. ആ ഫോട്ടോകളിൽ ഉൾപ്പെടെ, അതായത് യോഗത്തിൻ്റെ ഫോട്ടോകളിൽ ഉൾപ്പെടെ അത് വ്യക്തമാവുന്നുണ്ട്. 11 ബ്ലോക്ക് പ്രസിഡന്റുമാരും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. 44 മണ്ഡലം പ്രസിഡന്റുമാരിൽ യോഗത്തിലെത്തിയത് 10 മണ്ഡലം പ്രസിഡന്റുമാർ മാത്രമാണ്. ജില്ലയിൽ നിന്നുള്ള 10 KPCC മെമ്പർമാർ, അതായത് ഈ DCC പ്രസിഡന്റ് ഉൾപ്പെടെ 11 KPCC മെമ്പർമാരാണുള്ളത്. അതിൽ 10 പേർ മാത്രമാണ് പങ്കെടുത്തത്. പോഷക സംഘടനാ ഭാരവാഹികൾ ആരും തന്നെ കാസർഗോഡ് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. 28 DCC ഭാരവാഹികളിൽ യോഗത്തിനെത്തിയത് 3 പേർ മാത്രമാണ്. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.